ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻകുട്ടു. വിഷു ഫലത്തെ പറ്റിയുള്ള ഒരു ഫലപ്രവചനമാണ് ഇവിടെ പറയുന്നത്. ഐശ്വര്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും കാലമായ മേടമാസത്തിലുള്ള വിഷുപ്പുലരി എല്ലാവരും ആകാംക്ഷയോടെയും ഉത്സാഹത്തോടെയാണ് വരവേൽക്കാറുള്ളത്. പ്രാചീന കാലം തൊട്ടേ ജ്യോതിഷ ഫലത്തിൽ മേട മാസത്തിലുള്ള വിഷുഫലത്തിന്റെ ഫലങ്ങൾ പുരാതന കാലം തൊട്ടേ ഉള്ളതാണ്. പണ്ടെല്ലാം അമ്പലത്തിൽ വെച്ച് അവിടുത്തെ അടുത്തുള്ള ജ്യോത്സ്യൻ അവിടുത്തെ പഞ്ചാംഗം വായിച്ച് ഓരോരുത്തരെയും കേൾപ്പിക്കുകയും അതുപോലെ തന്നെ ഭഗവാനോ ഭഗവതിയെയും കേൾപ്പിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്പോൾ ശാസ്ത്രലോകം വളർന്ന കാരണം അതെല്ലാം മാറി ഇപ്പോൾ ഇന്റർനെറ്റ് മുഖേനയും മറ്റുള്ളതും ഫലപ്രവചനങ്ങൾ ഇഷ്ടം പോലെ വരുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ച് പറഞ്ഞാൽ ജ്യോതിഷ ഫലത്തിൽ ഈ വർഷത്തിൽ 2019 അതായത് ഈ 2019 മേടമാസം, അതായത് 1194 മേടമാസം തൊട്ട് 1095 മേടമാസം വരയ്ക്കുള്ള ഒരു വർഷത്തെ വിഷുഫലമാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ വിഷുഫലത്തിൽ നോക്കുന്ന സമയത്ത് ധനുരാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിയും ധനുരാശിയിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴവും നിൽക്കെ 1194 ആണ്ട് മീനമാസം 31 തീയതി 19 നാഴികയും 27 വിനാഴികയും ചെന്ന സമയത്താണ് മേടരവി സംക്രമം, അതായത് മേടമാസത്തിലേക്ക് രവി സഞ്ചരിക്കുന്നതിന് സൂര്യൻ എത്തുന്ന സമയം പറയുന്നത്. 2019 ഏപ്രിൽ 14 തീയതി പകൽ, ഞായറാഴ്ച പകൽ 2 മണിയോടുകൂടിയാണ് ഈ മേടമാസത്തിലേക്ക് സൂര്യൻ എത്തുന്നത്. മേടൻ രാശിയിൽ സൂര്യന് ഉച്ചഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഉച്ചഫലം വരുന്നത് കൊണ്ട് തന്നെയാണ് മേടരവി സംക്രമം എന്ന് പറയുന്നത്. പക്ഷെ പലവിധ സംക്രമങ്ങളുണ്ട്. എല്ലാ മാസത്തിലും സംക്രമം നടത്താറുണ്ട്. പക്ഷെ മേടമാസത്തിലുള്ള സംക്രമത്തിനുള്ള പ്രത്യേകത കൊടുക്കാറുമുണ്ട്. അപ്പോ ഇപ്പോൾ വന്നിരിക്കുന്നത് ആയില്യ നക്ഷത്രത്തിലാണ്. അതായത് ചന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാശി ആയില്യ നക്ഷത്രത്തിലാണ്. അപ്പോൾ ആയില്യ നക്ഷത്രത്തിലാണ് വിഷുഫലം വന്നിരിക്കുന്നത്. വിഷു തുടങ്ങുന്ന ദിവസം ആയില്യ നക്ഷത്രത്തിലാണ് വന്നിരിക്കുന്നത്. അതായത് ഈ മീനമാസം 31 തീയതി കഴിഞ്ഞ് മേടമാസം ഉദിക്കുമ്പോൾ പകൽ ചെന്ന സമയത്ത് മേടമാസം ഉദിക്കുവായി. ആ സമയത്ത് ചന്ദ്രൻ നിൽക്കുന്ന രാശി കർക്കടക രാശിയാണ്. അതിൽ തന്നെ ആയില്യ നക്ഷത്രത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോ 1194 ആണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചന്ദ്രൻ നിൽക്കുന്ന രാശി കർക്കടക ലഗ്ന സമുച്ചയത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശുക്ലപക്ഷ തിഥിയും കഴുതകരണവും ശൂലനാമനിത്യയോഗവും കൂടിയ കർക്കടക ലഗ്ന സമുച്ചയത്തിൽ മേഷരവി സംക്രമം എന്നാണ് പറയുന്നത്. അപ്പൊ സംക്രമം ഞായറാഴ്ചയാകയാൽ സ്വൽപ്പവൃഷ്ടിയും പകലാകിയാൽ അർഘനാസവും കലഹവും എന്നാണ് പറയുന്നത്. അർഘനാസവും കലഹവും. ആയില്യം നക്ഷത്രത്തിലാകിയാൽ അതിവർഷവും തസ്കരഭയവും ഭരണാധികാരിമാർക്ക് ക്ഷയാവസ്ഥയും ഉള്ള ഒരവസ്ഥയാണ്. ദശമി തീയതിയിലാകിയാൽ അതിവർഷവും പശുവർദ്ധനയും ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക അനിസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ധനധാന്യ സമൃദ്ധി ഇഷ്ടം പോലെ വരുവാനും ബഹുവർഷവും ശൂലനാമ നിത്യയോഗത്തിലാകയാൽ മൃത്യുഭയവും രോഗവും വരുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം വിവരിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ കർക്കടക രാശിയിലാണ് കർക്കടക രാശി ലഗ്ന സമുച്ചയത്തിലാണ് ഇപ്പോൾ വിഷുഫലം വന്നിരിക്കുന്നത്. അപ്പോൾ കർക്കടകത്തിൽ നിന്നും 6ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വ്യാഴൻ നിൽക്കുന്നത് ദോഷകരം തന്നെയാണ്. വ്യാഴൻ ദൈവാനുഗ്രഹം തരുന്ന മഹാവിഷ്ണു തന്നെയാണ്, ഗുരു ഭഗവാൻ തന്നെയാണ്. ആ ദൈവാനുഗ്രഹം തരുന്ന ഒരു ഗ്രഹമാണ് 6ാം ഭാവത്തിൽ മറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ കൊല്ലത്തെ വിഷുഫലത്തിൽ മീനൻ രാശി ലഗ്ന സമുച്ചയത്തിൽ വരുമ്പോൾ അഷ്ടമത്തിലായിരുന്നു വ്യാഴത്തിന്റെ സ്ഥിതി. നാശമായിരുന്നു ഫലം. അത് നമ്മളെല്ലാവരും അനുഭവിച്ചറിഞ്ഞതാണ്. ഇപ്പോൾ 6ാം ഭാവത്തിലാണ്. രോഗാവസ്ഥ, പുതിയ രോഗങ്ങൾ വരുവാനുള്ള സാധ്യതയും അതുമൂലം ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ വർഷം പൊതുവെ മഴ കൂടുതൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ കർക്കടക രാശി ജലരാശിയാണ്. അതെ, കർക്കടക രാശി കുളീര രാശി എന്ന് പറഞ്ഞു, കുളിര് പോരുന്ന രാശിയാണ്. അപ്പൊ കർക്കടക രാശി ജലരാശിയായ കാരണം കൊണ്ടും 6ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴൻ, അപ്പോൾ മഴ ഇഷ്ടം പോലെ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്.
മഴയ്ക്ക് യാതൊരുവിധ കുറവും ഉണ്ടാവില്ല. പക്ഷെ കഴിഞ്ഞ വർഷത്തേക്കാൾ അതിഭയങ്കരമായിട്ടുള്ള മഴ പെയ്ത് വെള്ളപ്പൊക്കമെല്ലാം സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. പക്ഷെ എങ്കിലും ചില പ്രദേശങ്ങളിലെല്ലാം അത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും കഴിഞ്ഞ വർഷത്തെ പോലെ നാശങ്ങൾ ഒരുപാട് ഉണ്ടാവാൻ സാധ്യത, പക്ഷെ രോഗാധിക്യം വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതിനായി കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം മഹാസുദർശന ഹോമവും മൃത്യുഞ്ജയ ഹോമവും എല്ലാം ചെയ്യുന്ന വർഷം, അതുപോലെ തന്നെ യാഗങ്ങൾ നടത്തുന്നത് വർഷവും കുറേയൊക്കെ ജനങ്ങൾക്ക് രോഗാധിക്യം വരുവാതിരിക്കുവാനും വന്നാൽ ഭേദപ്പെടുത്തുവാനുമായിട്ടുള്ള ഒരു സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഓരോരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ഫലമായിരിക്കും വിഷുഫലത്തിൽ വരുന്നത് എന്ന് നമുക്ക് കണക്കാക്കാം. ചോദ്യ നക്ഷത്രക്കാർക്ക് പൊതുവെ വിഷുഫലത്തിൽ ഗുണഫലമാണ് കാണുന്നത്. ഇവർക്ക് പൊതുവെ ഗുണഫലമാണ് കാണുന്നത്. ആരോഗ്യം പൊതുവെ വളരെ തൃപ്തികരമായിരിക്കും. ദേഹസംബന്ധമായിട്ടുള്ള പുഷ്ടിയെല്ലാം ഉണ്ടാവും വരാൻ പോകുന്ന കാലങ്ങളിൽ. അതുപോലെ തന്നെ ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും. പൊതുവെ ശരീര സംബന്ധമായിട്ടുള്ള ഒരു ആകൃതി മറ്റുള്ള ഭംഗികളെല്ലാം വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ അന്തരീക്ഷം പൊതുവെ സമാധാനം നിലനിർത്തുന്ന ഒരു അന്തരീക്ഷമായിരിക്കും. കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതയും ഇപ്പോൾ ഇവർക്ക് കാണുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കുവാനുള്ള കാര്യം ഇവർ കാണുന്നുണ്ട്. ധനപരമായിട്ട് പൊതുവെ ഇവർക്ക് അനുകൂല സമയമാണ്. ധനം സമ്പാദിക്കുവാനുള്ള അനുകൂല സമയം തന്നെയാണ് കാണുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും അതുപോലെ തന്നെ ബുദ്ധിശക്തിയും എല്ലാം കിട്ടുകയും പഠിത്തത്തിൽ വളരെ ഉഷാറായിട്ട് ഉള്ള ഒരു അനുഭവങ്ങളും പഠനത്തിൽ താല്പര്യവും അതുപോലെ താല്പര്യത്തോടുള്ള പഠനത്തിനനുസരിച്ചുള്ള മാർക്കും ഉദ്ദേശിക്കാത്ത മാർക്കെല്ലാം ഇവർക്ക് കിട്ടുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഡിഗ്രി ആയാലും ശരി, അത് ചെറിയ ക്ലാസ് തൊട്ട് വലിയ ഡിഗ്രി ക്ലാസ് വரைക്കും ഉള്ള ഇതാണ് പറയുന്നത്. മെഡിക്കൽ സീറ്റുകൾ എൻട്രൻസ് വഴി കിട്ടാനുള്ള സാധ്യത ഇവർക്ക് കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ എഞ്ചിനീയർ സ്ഥാനങ്ങൾക്ക് എൻട്രൻസ് വഴി കിട്ടുവാനുള്ള സാധ്യത എല്ലാം ഇവർക്ക് കാണുന്നുണ്ട്. പൊതുവെ ഈ വിഷുഫലത്തിൽ ഒരു വർഷത്തിന്റെ 2019 തൊട്ട് 2020 വരെ ഏപ്രിൽ മാസം 14 വരെയുള്ള ഒരു സമയത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയുന്നത്. അതുപോലെ സഹോദര ബന്ധം നിലനിർത്തുവാനും വിട്ടുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുവാനും പറ്റിയ ഒരു സമയമാണ്. വിവാഹങ്ങൾ ആലോചിക്കുന്നവർക്കെല്ലാം അത് വളരെ അനുകൂലപരമായിട്ട് വന്നു തീരും. സഹായഹസ്തങ്ങളെല്ലാം വരുവാനുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യം വീണ്ടെടുക്കുകയും അതുപോലെ തന്നെ ധൈര്യം വീണ്ടെടുക്കുവാനുള്ള സാധ്യതയും എല്ലാം ഇവർ കാണുന്നുണ്ട്. ഭവന നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഭവന നിർമ്മാണം തുടങ്ങുന്നവർക്കും വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. വിഷുഫലത്തിന്റെ അനുകൂലപരമായിട്ടുള്ള സമയം കൂടി ആയ കാരണം കൊണ്ട് വളരെ ഉചിതപരമായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പാതിയിൽ നിർത്തിയിട്ടുള്ള ഭവന നിർമ്മാണമെല്ലാം പെട്ടെന്ന് പുനരാരംഭിച്ച് അത് പൂർത്തീകരിക്കുവാനുള്ള സാധ്യതയും പുതിയ ഭവനങ്ങൾക്ക് മേൽനോട്ടം കൊടുക്കുന്നവയും ഇപ്പോൾ അതിന് പറ്റിയ സമയമാണ്. ബന്ധുക്കൾ മൂലം ഒരുപാട് സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും ഭൂമി ലാഭവും വരുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ ഭൂമികൾ വാങ്ങിക്കുവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങളെല്ലാം പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാനും അല്ലെങ്കിൽ പഴയ വാഹനങ്ങൾ കൊടുത്ത് പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനും അല്ലെങ്കിൽ വാഹനങ്ങൾ ഇല്ലാത്തവർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാനുമുള്ള ഒരു അനുഭവമാണ് കാണുന്നത്. ബുദ്ധിശക്തി പൊതുവെ ഇവർക്ക് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യും. പിന്നെ ശത്രുക്കളെ വന്ന് ജയിക്കാനുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. ശത്രുജയം കിട്ടും. അതുപോലെ ശത്രുക്കളിൽ നിന്ന് മോചനം നേടുകയും ചെയ്യുന്നതാണ്. കടബാധ്യതയെല്ലാം ഉള്ളവർക്കെല്ലാം പെട്ടെന്ന് കടം മാറിപ്പോകുന്ന ഒരു ലെവല് അനുഭവങ്ങളെല്ലാം വരും. അതുപോലെ തന്നെ അസുഖങ്ങളായി ദുഃഖിക്കുന്നവർക്കെല്ലാം ആശ്വാസകരമായിട്ടുള്ള ഒരു അനുഭവങ്ങളെല്ലാം ഉണ്ടാകും. ഉദ്ദിഷ്ടകാര്യ സമരങ്ങൾ കാര്യമായി വരികയും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഐക്യം കൂടുകയും ചെയ്തു വരും. പ്രത്യേകിച്ച് ആപത്തുകളൊന്നും വരുവാനുള്ള സാധ്യത കുറവായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭാഗ്യം പൊതുവെ തെളിഞ്ഞവർക്ക് കാണുന്നുണ്ട്. ഭാഗ്യവശാൽ ധനം വരുവാനുള്ള സാധ്യതയും ഇവർക്ക് പൊതുവെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗുരുക്കന്മാരിൽ നിന്നും അനുകൂലപരമായിട്ടുള്ള ചിന്തകളും പിതൃക്കന്മാരിൽ നിന്നും അനുകൂലപരമായിട്ടുള്ള അനുഭവങ്ങളും സഹായങ്ങളും ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പൊതുവെ തൊഴിൽ മേഖല വളരെ തൃപ്തികരമാണ്. ബിസിനസ് ആണെങ്കിലും കൃഷിയാണെങ്കിലും വ്യവസായമാണെങ്കിലും
അത് വളരെ നേട്ടങ്ങൾ വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനലാഭ വർധന കൊണ്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലകരമാണ്. വിദേശത്ത് നിന്ന് സ്വദേശത്തിലേക്ക് സെറ്റിലാകാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. സേനാധിപത്യം വഹിക്കുന്ന എല്ലാവിധ മേഖലകളിലും വളരെ അനുകൂലമാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വൻ ഗുണമാണ് ഇപ്പോൾ കാണുന്നത് ഇവർക്കുള്ളത്. പൊതുവെ ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ഇവർക്ക് വിഷുഫലം അനുകൂല ഫലം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവർക്ക് വരവ് ചെലവ് നോക്കുമ്പോൾ വരവ് 11 ചെലവ് 11 തുല്യമായിട്ട് കാണുന്നുണ്ട്. അതിനായി 11 രൂപ 11 പ്രാവശ്യം തലയൊഴിഞ്ഞുകൊണ്ട് മഹാബലി ക്ഷേത്രത്തിൽ ഭണ്ഡാരത്തിൽ സമർപ്പിക്കും.